ഹലോ നമസ്കാരം. വിയറ്റ്നാം ട്രിപ്പിനെ കുറിച്ചുള്ളതാണ് ഇപ്രാവശ്യത്തെ വീഡിയോ. 2-3 ഭാഗങ്ങളായിട്ട് ഈ വീഡിയോ ഇറക്കാമെന്നാണ് വിചാരിക്കുന്നത്. വിയറ്റ്നാം എയർപോർട്ടിലെത്തി ഞങ്ങളെ അവിടുത്തെ ലോക്കൽ ഗൈഡായ മിസ്റ്റർ ലോങ് കൂട്ടിക്കൊണ്ടുപോയി. ഞങ്ങൾ ബസ്സിൽ ഇങ്ങനെ ഞങ്ങളുടെ താമസ സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. ഹോട്ടൽ രമണയിലാണ് ഞങ്ങൾക്ക് ബുക്ക് ചെയ്തിരിക്കുന്ന റൂം. ഇങ്ങോട്ടുള്ള യാത്ര ഇതാണ്. ഹോച്ചിമിൻ സിറ്റിയിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഹോച്ചിമിൻ സിറ്റിയുടെ നിരത്തുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ നേരിട്ട് ഫ്ലൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഡയറക്റ്റായിട്ട് ഹോച്ചിമിനിലേക്ക് അല്ലെ വിയറ്റ്നാമിലേക്ക് പോകാൻ കഴിയും. പിന്നെ ഹോച്ചിമിനിൽ നിന്ന് വേറെ ഫ്ലൈറ്റിൽ കയറിയാൽ നമുക്ക് അവരുടെ തലസ്ഥാന നഗരിയിൽ ഹാനോയിലേക്കും പോകാൻ പറ്റും. നല്ല വൃത്തിയും വെടിപ്പുമുള്ള ഒരു നഗരമായിട്ടാണ് തോന്നിയത്. എല്ലാം നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്നുണ്ട്. കൂടുതലും 2 വീലറുകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. എല്ലാവരും 2 വീലർ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. അതും ചെറിയ തരത്തിലുള്ള നമ്മുടെ സ്കൂട്ടിയൊക്കെ പോലെയുള്ള വാഹനങ്ങളാണ്. ബൈക്ക് അല്ലെങ്കിൽ വലിയ ഹെവി 2 വീലേഴ്സ് ഒന്നും അധികം കാണാനില്ല. എല്ലാം ഈ ചെറിയ ടൈപ്പ് 100-125 cc ചെറിയ സ്കൂട്ടർ എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള അതാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഹോട്ടലിലത്തിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അതിന് മുമ്പിലത്തെ ബിൽഡിംഗാണ്. ഇതാണ് ഈ കാണുന്ന ബിൽഡിംഗാണ് ഇവിടെ ഹോച്ചിമിനിലെ ഏറ്റവും ഉയരം കൂടിയ, വിയറ്റ്നാമിലെ ഏറ്റവും ഉയരം കൂടിയ എന്നാണ് പറഞ്ഞത്. ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ് വളരെ വലിപ്പമുള്ളതാണ്. ഈ നടന്നു പോകുന്നതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ലോക്കൽ ടൂറിൻ്റെ മാനേജർ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവരാണ് അറേഞ്ച് ചെയ്യുന്നത്. ലോക്കൽ ഗൈഡ് വേറെയുണ്ട്. മിസ്റ്റർ ലോങ് ആണ് ലോക്കൽ ഗൈഡ്. ഇതാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുന്ന ഹോട്ടൽ നമസ്തേ ഇന്ത്യ. ഇവിടെ ഇന്ത്യൻ സ്റ്റൈലും ഇവിടുത്തെ വിയറ്റ്നാമീസ് സ്റ്റൈലും എല്ലാം ഫുഡ് ഒരുക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾക്കുള്ളത് വിയറ്റ്നാമീസ് കുസിനാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്രയാണ് എല്ലാവരും ധരിച്ചിരിക്കുന്ന ഈ കൂമ്പൻ തൊപ്പി. മുള കൊണ്ടുള്ള ഈ കൂമ്പൻ തൊപ്പി വിയറ്റ്നാമീസിൻ്റെ മുഖമുദ്രയാണ്. ഭക്ഷണം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഓരോ ചെറിയ ചട്ടി പോലുള്ള കലത്തിൽ ചോറ്, ചട്ടിച്ചോറെന്ന് നാട്ടി പറയുമെങ്കിലും ഇതും ചട്ടിക്കകത്തുള്ള ചോറാണ്. പിന്നെ സ്ക്വിഡ്, ചിക്കൻ, ഫിഷ്, കുറേ വെജിറ്റബിൾ, എന്തൊക്കെയോ വലിയ സൂപ്പുകൾ, കുറേ ഇലവർഗ്ഗങ്ങൾ, ഇവരുടെ ഫുഡിൻ്റെ രീതിയിലുള്ള ഫുഡുകളാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും ആസ്വാദികരമായിരുന്നു. കഴിച്ചു. ഭക്ഷണം ഇരിക്കുന്ന കണ്ടിട്ടില്ലേ, വിവിധ വിഭവങ്ങൾ എല്ലാം ആസ്വാദ്യകരമായിരുന്നു. റീയൂണിഫിക്കേഷൻ കൺവെൻഷൻ ഹാൾ എന്നറിയപ്പെടുന്ന ഇൻഡിപെൻഡൻസ് പാലസിന് മുമ്പിലാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ വിയറ്റ്നാമിലെ ഈ ഹോച്ചിമിൻ സിറ്റിയുടെ മുമ്പിലത്തെ പേര് സൈഗോൺ എന്നായിരുന്നു. വിയറ്റ്നാം റിപ്പബ്ലിക് പ്രസിഡന്റിന്റെ ജോലിസ്ഥലവും വീടുമായിരുന്നു ഇത്. ഫ്രഞ്ച് കോളനി ആയിരുന്നപ്പോൾ തന്നെ പണി കഴിപ്പിച്ചതാണിത്. പിന്നീട് ഇത് പുതുക്കി പണിയുകയുണ്ടായി. ഇത് ഡിസൈൻ ചെയ്തത് ആർക്കിടെക്ട് എൻഗോ വിറ്റ് തു ആണ്. 1975 ഏപ്രിൽ 30 വിയറ്റ്നാം യുദ്ധം അവസാനിച്ചപ്പോൾ ഈ സൈഗോണിന്റെ പതനവും ആരംഭിച്ചു. ഒരു വടക്കൻ വിയറ്റ്നാമീസ് ആർമിയുടെ ഒരു ടാങ്ക് ഇതിന്റെ ഗേറ്റും തകർത്തുകൊണ്ട് അകത്ത് കടക്കുകയുണ്ടായി. 2 വിമത റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാം എയർഫോഴ്സ് പൈലറ്റ്മാരുടെ ബോംബാക്രമണത്തെ തുടർന്ന് സാരമായ കേടുപാടുകൾ സംഭവിച്ച ഈ കൊട്ടാരം 1962 പുതുക്കി പണിയാനായിട്ട് അന്നത്തെ പ്രസിഡന്റ് ഉത്തരവിടുകയുണ്ടായി. കൊട്ടാരത്തിന്റെ പുനർനിർമ്മാണം 1962 ജൂലൈ 1 ആരംഭിച്ചു. ഈ സമയത്ത് പ്രസിഡന്റും കുടുംബവും ഇന്നത്തെ ഹോച്ചിമിൻ സിറ്റി മ്യൂസിയത്തിലേക്ക് അന്ന് താമസം മാറുകയുണ്ടായി. ഇവിടെ പഴയ വിയറ്റ്നാം യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന ടാങ്കുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ 4ാം ക്ലാസ്സുകാരനായ Since like 1871, and a new palace was built right after 4 years, from 1962 to 1966. So, which one do you prefer? ഇതാണ് മന്ത്രിമാരുടെ ക്യാബിനറ്റ് റൂമായിരുന്നു ഇത്. അനേകം ചർച്ചകളൊക്കെ ഈ നടന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു ചരിത്രമുറങ്ങുന്ന ഒരു സ്ഥലമാണിത്. ഇതായിരുന്നു ഇവിടുത്തെ ബാങ്ക്വറ്റ് ചേംബർ.
ഏകദേശം 2500 ഹെക്ടറാണ് ഈ കോമ്പൗണ്ട്, ഈ സ്ഥലം എല്ലാം കൂടെ ചേർന്നുള്ളത്. ഇത് ഈ കൊട്ടാരത്തിലെ ഒരു ബെഡ്റൂമാണ്. ബെഡ്റൂം എന്ന് പറഞ്ഞാലും വലിയ ആഡംബരങ്ങളൊന്നും കാണാനില്ല. കുറച്ച് കസേരയും മേശയും ഒരു ബെഡും അടങ്ങിയ ഒരു സാധാരണ ബെഡ്റൂം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഹാൾ. അനേകം ചർച്ചകളൊക്കെ നടന്നിട്ടുള്ള സ്ഥലമായിരിക്കാം ഈ കസേരകളിലിരുന്നവർ. ഈ റീയൂണിഫിക്കേഷൻ പാലസിന്റെ റൂഫാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഹെലിപ്പാഡൊക്കെ ആയിട്ട് അന്ന് ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇവിടുന്ന് റോഡിന്റെ ഒരു നല്ല വ്യൂ കിട്ടുന്നുണ്ട്. അടിപൊളി വ്യൂ ആണ്. സ്ട്രെയിറ്റ് റോഡ്. ഈ പാലസിന്റെ ബങ്കറിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധകാലത്ത് യുദ്ധം നിയന്ത്രിച്ചിരുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നതും ഈ ബങ്കറിനുള്ളിലെ നിലവറയിലെ ഈ ഓഫീസുകളിലൊക്കെ ഇരുന്നാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിയറ്റ്നാമീസ് ലാംഗ്വേജിലാണ്. ആ യുദ്ധകാലത്ത് ഉപയോഗിച്ചിരുന്ന അനേക ഉപകരണങ്ങൾ ഇവിടെ ഈ നിലവറയിലുണ്ട്. ഈ ബങ്കറിൻ്റെ പല റൂമുകളിലുമുണ്ട്. കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന റേഡിയോയും മറ്റു കാര്യങ്ങളും വാർത്താവിനിമയ ഉപാധികളൊക്കെ ഈ ബങ്കറിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. ഈ ഉപകരണങ്ങൾക്കൊക്കെ സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ അവയ്ക്കൊക്കെ വളരെയധികം ചരിത്രങ്ങളും കഥകളും സംഭവങ്ങളും പറയാനുണ്ടായിരുന്നു. ആംപ്ലിഫയേഴ്സ്, റേഡിയോസ്, എന്തൊക്കെയോ ഉണ്ട്. ഇവിടെ നമുക്ക് പ്രവേശനമില്ല. ഇപ്പം നമ്മൾ ഗ്രൗണ്ട് ലെവലിന് അടിയിലാണ്. Lloyd Court exit. കുറെ കിലോമീറ്റർ നടന്നു. ഓ, എവിടെ എത്തോ എന്തോ ഒന്നും അറിയില്ല. നടക്കുക. ജീപ്പാണെന്ന് തോന്നുന്നു. നോക്കട്ടെ. എക്സി ജീപ്പ്. ഈ പാലസിലെ കാഴ്ചകൾ ഏകദേശം ഇവിടെ തീരുന്നു. ഇനി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇനിയും കുറേ സ്ഥലങ്ങൾ കൂടി ഇന്ന് തന്നെ കണ്ടു തീർക്കാനുണ്ട്. വെസ്റ്റേൺ യൂണിയൻ്റെ മണി എക്സ്ചേഞ്ച് ആണ്. ഒരു 50 യൂറോ ഞാൻ മാറിയപ്പോൾ 13.5 ലക്ഷം ഡോങ് കിട്ടി. ഇവിടുത്തെ വിയറ്റ്നാമീസിന്റെ 13.5 ലക്ഷം. ഇത് സെൻട്രൽ പോസ്റ്റ് ഓഫീസ് ഫ്രഞ്ചുകാരുടെ കാലത്ത് പണിയിച്ചതാണ്.
ഇതാണ് നോത്രദാം കത്തീഡ്രൽ ഇവിടത്തെ. പക്ഷേ അതിനകത്ത് കയറാനുള്ള അനുവാദമില്ല. ഇപ്പോൾ അവിടെ കൺസ്ട്രക്ഷൻ നടക്കുക. സേഫ്റ്റി റീസൺസ് കാരണം അകത്ത് കയറാൻ പറ്റില്ല. നോത്രദാം കത്തീഡ്രൽ ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടക്കുകയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ കുറേ പണി നടക്കുന്നുണ്ട്. അതിൻ്റെ തന്നെ സൈഡിൽ തന്നെയാണ് ഞാൻ പറഞ്ഞ കുറേ പോസ്റ്റ് ഓഫീസ്, ജനറൽ പോസ്റ്റ് ഓഫീസ് എന്നാണ് പറഞ്ഞത്. ഈ നോത്രദാം കത്തീഡ്രലാണ് ഇവിടുത്തെ ആദ്യത്തെ ഫ്രഞ്ച് ലാൻഡ്മാർക്ക് എന്നാണ് പറഞ്ഞത്. ഫ്രഞ്ചുകാർ വന്ന് ആദ്യമേ പള്ളി പണിതെന്ന് തോന്നുന്നു. ഈ വിയറ്റ്നാം മുമ്പൊരു ഫ്രഞ്ച് കോളനി ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഫ്രഞ്ചുകാരുടെ കാര്യം പറയുന്നത് കേട്ടോ. ഈ ജനറൽ പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെയാണ്. സാധനങ്ങൾ വാങ്ങാം, പിന്നെ ഇവിടെ നമുക്ക് കത്തുകൾ അയക്കാം, സ്റ്റാമ്പ് വാങ്ങിക്കാം, ഇതെല്ലാം ഉണ്ട്. മുമ്പേ നമ്മുടെ നോത്രദാം കത്തീഡ്രലിൻ്റെ ഫ്രണ്ട് മാത്രമേ മുമ്പേ കാണിച്ചുള്ളൂ. അതിൻ്റെ പുറകിലോട്ട് നോക്കി, ബാക്കിലോട്ട് കുറേ ഉണ്ട് കാണാനുള്ള ഭംഗിയുള്ള. ഇനി എന്തായാലും ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കാണ്ട് ഇപ്പം അതോട്ട് പ്രവേശനമില്ല. നമുക്ക് ഇവിടെ പോസ്റ്റ് ഓഫീസിനുള്ളിൽ കയറി നോക്കാം ഇവിടെ എന്താണ് വാങ്ങിക്കാനുള്ളതെന്ന്. ഇവിടെ ഈ പോസ്റ്റ് ഓഫീസിനടുത്തുള്ള ഈ കടയിൽ നിന്ന് ധാരാളം ആളുകൾ പോസ്റ്റ് കാർഡ് വാങ്ങിച്ച് അവരുടെ അഡ്രസ്സിൽ നാട്ടിലുകളിലേക്ക് അയക്കുന്നുണ്ട്. അതൊരു നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. നല്ല ഭംഗിയുള്ള പോസ്റ്റ് കാർഡുകൾ ഇവിടെ കിട്ടും. പോസ്റ്റ് ഓഫീസിൽ സ്റ്റാമ്പ് വാങ്ങിച്ച് ഒട്ടിച്ച് അഡ്രസ്സ് എഴുതി അയച്ചാൽ മതി. 20,000 രൂപയുടെ ഒരു പോസ്റ്റ് കാർഡ് ഞാൻ വാങ്ങിച്ചു. ഇവിടെ നിന്ന് ഇനി ഇത് അയക്കണമെങ്കിൽ എത്ര രൂപയാവും എന്നുള്ള സ്റ്റാമ്പിൻ്റെ ചോദ്യം. ഇതാണ് പോസ്റ്റ്. 20,000 രൂപയുടെ കാർഡ്, 30,000 രൂപയുടെ സ്റ്റാമ്പ് ഇവിടെ നിന്ന് അയക്കുന്നത്. ഒരു ചായ കുടിക്കാൻ വന്ന് നോക്കുക, ഇവിടെ ഉണ്ടോ നോക്കട്ടെ. ഇവിടുത്തെ ചായക്കട എന്ന് പറയാൻ പറ്റില്ല. കോഫി ടീ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. $55,000. No tea? 55,000. Tea. No coffee, tea. 1,00,000 രൂപ ഒരു കപ്പുച്ചിനോ. 99,000 വെയിറ്റ് ചെയ്യാൻ ഇനി. അത് നമ്മൾ ഓർഡറിന് പണം അടയ്ക്കുമ്പോൾ അതിനോടൊപ്പം ബില്ലിനോടൊപ്പം ഈ ഡിവൈസും തരും. സാധനം റെഡിയാകുമ്പോൾ ഇത് വൈബ്രേറ്റ് ചെയ്യും. ഇതിപ്പോൾ വൈബ്രേറ്റ് ചെയ്തു. ഞാൻ ഓർഡർ ചെയ്ത കപ്പുച്ചിനോ കോഫി റെഡി ആയിട്ടുണ്ട്. പകൽ വിവിധ സ്ഥലങ്ങളിലെ സന്ദർശനം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഹോട്ടലിൽ ചെന്ന് എല്ലാം ഫ്രഷായി വീണ്ടും വൈകുന്നേരം ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് ഇന്നത്തെ ഞങ്ങളുടെ വൈകിട്ടത്തെ ഡിന്നർ. ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങി. ഇതിൻ്റെ നേരെ അപ്പുറത്ത് കാണുന്നതാണ് വാക്കിംഗ് സ്ട്രീറ്റ്. പട്ടായയിലൊക്കെ പോയവർ കണ്ടിട്ടുണ്ടാവും വാക്കിംഗ് സ്ട്രീറ്റ്. അതേപോലെയുള്ളൊരു വാക്കിംഗ് സ്ട്രീറ്റാണ് ഇവിടെ. പട്ടായയുടെ അത്രയും വലുതല്ല എങ്കിലും അതേപോലെയുള്ളൊരു വാക്കിംഗ് സ്ട്രീറ്റ് ഇവിടെയുണ്ട്. നൈറ്റ് ലൈഫ് മുഴുവൻ ഇവിടെയാണ് നടക്കുന്നത്. നൈറ്റ് മുഴുവൻ ഇവിടെ ലൈവാണ്.
വിയറ്റ്നാമിലെ കൂടുതൽ കാഴ്ചകളും ഈ വാക്കിംഗ് സ്ട്രീറ്റിലെ നൈറ്റ് ലൈഫിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം. വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്.